നമ്മൾ മൊബൈൽ ഫോണിൽ പല പല വെബ്സൈറ്റുകൾ സന്ദർശിക്കാനും വേണ്ടിയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ടാവും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അതിനൊക്കെ ഒരു യൂസർ നെയിമും പാസ്വേഡും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ നമ്മളത് പിന്നീട് ഓർമ്മിക്കാറില്ല, നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ കാലം എത്ര കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു യൂസർ നെയിമും പാസ്വേഡും നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ഫോണിൽ ഗൂഗിളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ടൊരു ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എളുപ്പമാവും. പല സമയത്തും പല ഫോണിലും പല കാലത്തും പല ഇമെയിൽ ഐ ഡി പാസ്വേഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇമെയിൽ ഐ ഡിന്റെ പാസ്വേഡും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ പോയിട്ട് നിങ്ങൾക്ക് ആ പാസ്വേഡുകളൊക്കെ കണ്ടെത്താൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ പോയി കഴിഞ്ഞിട്ട് റൈറ്റിൽ ഓൾ സർവീസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഈ ഓൾ സർവീസിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോ ഫില്ല് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഓട്ടോ ഫില്ല് വിത്ത് ഗൂഗിൾ. ഈ ഒരു ഓപ്ഷനിൽ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കയറിയിട്ടുള്ള സേവ് ചെയ്തിട്ടുള്ള മുഴുവൻ വെബ്സൈറ്റുകൾ അവിടെ കാണാൻ പറ്റും. ഏത് വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു വെബ്സൈറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള യൂസറിന് പാസ്വേഡ് ചോദിക്കും. ഫോണിന് കൊടുത്തിട്ടുള്ള പാസ്വേഡ് എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്പ് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ ഈ KCB എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ള ആ ഒരു യൂസർ നെയിമാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. ഇതിൽ ഈ ഐമാർക്കിൽ ഈ കണ്ണിൻ്റെ ഒരു ചിഹ്നം ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടുള്ള പാസ്വേഡ് ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാസ്വേഡുകളൊക്കെ നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. നമ്മൾ പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുള്ള പാസ്വേഡുകളും യൂസർ നെയിമൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റ് തന്നെ ചോദിക്കും സേവ് ചെയ്യണോ പാസ്വേഡ് എന്ന്. ആ സമയത്ത് നമ്മൾ നെവർ അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. നമ്മൾ വേറെ ഒരു വെബ്സൈറ്റിൽ അല്ല വേറെ ഒരാളുടെ ഫോണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കഫേ സെൻറ്ററുകളിലൊക്കെ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിലൊക്കെ പോയിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നെവർ അടിക്കുക. സ്വന്തം ഫോണിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതേപോലെ ഗൂഗിൾ ക്രോം ഇതേപോലത്തെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിലാണ് സൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സേവ് പാസ്വേഡ് അടിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ബ്രൗസറിൽ നമ്മൾ പുതുതായിട്ടൊരു ബ്രൗസറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും സേവ് ചെയ്യരുത്. അത് അവരുടെ കൈകളിലേക്ക് എത്തി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക.